Write the equation x by 2 plus 3y equal to minus 1 in standard form and draw the graph. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ള ഫോമിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തിന് എഴുതാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്രാക്ഷനൊക്കെ ആയിട്ടാണുള്ളത് അല്ലേ. എക്സ് ബൈ 2 പ്ലസ് 3y ബൈ 5 ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രാക്ഷന് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2-ൻ്റെയും 5-ൻ്റെയും LCM കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ LCM ഓഫ് 2 and 5? 2 into 5 that is 10. രണ്ടും പ്രൈം നമ്പേഴ്സാണ്. സോ 2 into 5 10. ദാറ്റ് ഈസ് ദി LCM ഓഫ് 2 and 5. സോ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ 10 കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 10 into x by 2 plus 10 into 3y by 5 equal to minus 10. Okay, so this becomes 5. So ഇവിടെ 5x എന്ന് കിട്ടും plus ഇവിടെ 2 into 3 6, so 6y equal to minus 10. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം, 5x plus 6y equal to minus 10. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ കുറച്ച് പ്ലോട്ട് ചെയ്യണം അല്ലേ, കുറച്ച് പോയിൻറ്റ്സ്, അതായത് അറ്റ്ലീസ്റ്റ് 2 പോയിൻറ്റ്സ് എങ്കിലും അറിഞ്ഞാലാണ് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് 5x പ്ലസ് 6y ഈക്വൽ ടു 10 മൈനസ് 10 എന്നാണല്ലോ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, എക്സിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് y കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എക്സിന് ഞാൻ ആദ്യം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x ഈക്വൽ ടു -2. ഓക്കെ, എക്സ് ഈക്വൽ ടു -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, 5 into -2 plus 6y equal to -10. So that is 6y equal to 5 into -2 എന്ന് പറഞ്ഞാൽ 10 ആണ്, -10 ആണ്. സോ -10 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +10 ആണ്. സോ ദാറ്റ് ഇസ് 0. സോ y equal to 0. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്, y ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് നോക്കാം. അപ്പോൾ അതിന് ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എക്സ് ഈക്വൽ ടു 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. സോ എക്സ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ 5 into 4 പ്ലസ് 6y ഈക്വൽ ടു 10. സോ 5 into 4 20 ആണ്. സോ 6y ഈക്വൽ ടു 10 മൈനസ് 10 ആണ്. സോ -10 minus 20, so that is -30. So y equal to -30 divided by 6, that is -5. So y equal to -5 എന്ന് നമുക്ക് കിട്ടി. y equal to -5. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ പോയിൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ x equal to 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് x equal to 10. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്, 5x plus 6y equal to -10. So 5 into 10 plus 6y equal to -10. So 6y equal to -10. ഇത് 5 into 10 50 ആണ്. 50 അപ്പുറത്തോട്ട് പോകുമ്പോൾ -50 ആവും. So -10 minus 50, that is -60. So y equal to -60 divided by 6, that is -10. Okay, so y equal to -10 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് പറയുകയാണെങ്കിൽ എക്സ് -2 ആകുമ്പോഴും അതുപോലെ 4 ആകുമ്പോഴും 10 ആകുമ്പോഴുള്ള y വാല്യൂസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ y 0 ആയിരുന്നു, പിന്നെ y -5, 4 ആകുമ്പോൾ -5, 10 ആകുമ്പോൾ -10 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ -2 0 എന്നുള്ള പോയിൻ്റ് ഏതാണ്, -2 0 എന്നുള്ള പോയിൻ്റ്. ഇനി അടുത്ത പോയിൻ്റ് ഏതാണ്, നമ്മുടെ 4, -5 അല്ലേ. 4 എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റ് -5, 4 എക്സ് കോർഡിനേറ്റും -5 y കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ കണ്ടുവരും അല്ലേ. അപ്പോൾ അത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. യെസ്, ഇനി അടുത്തതാണ് 10, -10. എക്സും 10, y -10. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വരും, റൈറ്റ്. സോ അത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ,
ഇനി നമുക്ക് ഇതിലൂടെ എന്താണ് നമ്മുടെ ലൈൻ വരയ്ക്കാം. സോ ദിസ് ഈസ് ദി ഗ്രാഫ്.